സർക്കാരിന്റെ വികസന സദസ്സിൽ മലപ്പുറത്ത് സഹകരിക്കും എന്ന് തന്നെയായിരുന്നു ലീഗിന്റെ സർക്കുലർ. അത് വലിയ വിവാദങ്ങൾക്കും രാഷ്ട്രീയ ചർച്ചകൾക്കും അല്പസമയത്തിനുള്ളിൽ തന്നെ വഴിവെച്ചു. പിന്നാലെയാണ് സർക്കുലറിലെ അപാകതയാണെന്ന വിശദീകരണവുമായി മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം തന്നെ രംഗത്തെത്തുന്നത്. സർക്കുലറിലെ പിഴവ് മാത്രമാണെന്നും ഒരു തരത്തിലും വികസന സദസ്സിൽ പങ്കെടുക്കില്ല എന്ന UDF തീരുമാനത്തിനൊപ്പം തന്നെയാണ് ലീഗും എന്നുമുള്ളതാണ് ലീഗിന്റെ പുതിയ വിശദീകരണം. 5 കൊല്ലക്കാലത്തെ ഞങ്ങളുടെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സദസ്സ് നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഞങ്ങൾ ജില്ലാ കമ്മിറ്റി കൂടിയത്. കഴിഞ്ഞ ഞായറാഴ്ച ഞാനത് കഴിഞ്ഞ ഉടനെ തന്നെ തിങ്കളാഴ്ച നിയമസഭ ഉണ്ട്. എനിക്ക് തിങ്കളാഴ്ച നിയമസഭയിൽ ഞാനത് ഓഫീസിലേക്ക് ഏർപ്പാട് ചെയ്തിട്ടാണ് ഞാൻ പോയത്. അതിൽ വന്ന ഒരു ചെറിയ ക്ലറിക്കൽ എററായി എന്നുള്ളതിൽ കവിഞ്ഞതിന് വേറെ യാതൊരു ഇതും സർക്കാരിൻ്റെ സദസ്സുമായിട്ട് ഈ സദസ്സിന് യാതൊരു ബന്ധമല്ല. എങ്കിലും സർക്കുലർ ഉണ്ടാക്കിയ ആശയക്കുഴപ്പം ചെറുതൊന്നുമല്ല. അത് CPM ഉൾപ്പെടെ UDFനെ അടിക്കാനുള്ള ഒരു വടിയായി മാറുകയായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെയാണ് ലീഗ് എന്തായാലും നേരിട്ട് ഒരു വിശദീകരണവും മറുപടിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അനീസ് തോട്ടയ്ക്കാടിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.